KSRTC-യിലെ വനിതകൾക്കുള്ള സൗജന്യ യാത്ര ഒരു വെല്ലുവിളിയാകുമോ എന്നുള്ളതാണ് ചോദ്യം. അത് വെല്ലുവിളിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ വെല്ലുവിളിയെ സർക്കാർ നേരിട്ടേ മതിയാവൂ. കാരണം വാഗ്ദാനം കൊടുക്കുക മാത്രമല്ല, അത് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. പൊതുവെ ഏതൊരു യാത്രയും സ്വാഗതം ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. കൂടുതൽ യാത്ര ചെയ്താൽ കൂടുതൽ മെച്ചപ്പെട്ട മനുഷ്യനാവാം എന്നുള്ളതാണ്. അതിന് തൊഴിലിടത്തേക്കുള്ള യാത്രയാണെങ്കിലും, നിങ്ങൾക്ക് വിനോദയാത്രയാണെങ്കിലും, നിങ്ങൾ വെറുതെ യാത്ര ചെയ്താണെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു മുതൽക്കൂട്ടാണെന്ന് കരുതുന്ന ഒരാളാണ്. പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് ചില സംശയങ്ങളുണ്ട്. ഞാനിതിനെ പൊതുവേ സ്വാഗതം ചെയ്യുമ്പോഴും രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, യഥാർത്ഥത്തിൽ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണത്തിൽ ഈ KSRTC ബസ്സുകളിൽ സ്ത്രീകൾ യാത്ര ചെയ്യാതിരിക്കുന്നത് കൊണ്ട്, ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ പൈസ കൊടുക്കുന്നത് കൊണ്ട് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരാധികാരികമായ പഠനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞാൻ പലതരത്തിലും പല സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ഘട്ടത്തിലും വിവിധ ഗവേഷണ സ്ഥാപനങ്ങളുടെ പഠനങ്ങളിലും വിവിധ സർവകലാശാലകളുടെ പഠനത്തിലും സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു കമ്പോണൻറ്റിലും അവർക്ക് ജോലി സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നതിന് ബസ് കൂലി ഒരു വലിയ രീതിയിൽ അവരെ ദുർബലപ്പെടുത്തുന്നു, അവരെ പിന്നോട്ടടിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു പഠനവും ശാസ്ത്രീയമായി നടന്നിട്ടില്ല. എൻ്റെ ഒരു സ്വാഭാവികമായ സംശയം, ഇതെങ്ങനെയാണ് പിന്നെ കേരളത്തിലൊരു വലിയ സാമൂഹിക വിഷയമായി തീർന്നത്? നമ്മളുടെ വാർത്തകളിലും ഏതെങ്കിലും തരത്തിൽ സ്ത്രീകൾക്ക് ബസ് കൂലി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തൊഴിലിടങ്ങളിലേക്ക് ചെല്ലാൻ പറ്റുന്നില്ല, ബസ് കൂലി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റുന്നില്ല തുടങ്ങി ഒരു പഠനവും നമ്മുടെ ആരുടെയും ശ്രദ്ധയിൽ വന്നിട്ടില്ല. പക്ഷേ പൊടുന്നനെ ഇതൊരു ഇന്ദിരാ ഗ്യാരണ്ടിയായിട്ട് അവതരിപ്പിക്കപ്പെടുകയായിരുന്നു. കാരണം കേരളത്തിന് മുമ്പ് നടന്ന രണ്ട് പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകളിൽ ഇത് പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ വാഗ്ദാനമായിരുന്നു. ഇവിടെയാണ് തെലങ്കാനയിലെ സാഹചര്യമല്ല, കർണാടകയിലെ സാഹചര്യമല്ല, കേരളത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ തെലങ്കാനയിലും കർണാടകയിലും കൊണ്ടുവന്ന ഒരു വാഗ്ദാനത്തെ അതേപടി കോപ്പിയടിച്ച് കേരളത്തിലേക്ക് വെച്ചപ്പോൾ സംഭവിച്ച ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. ഒന്ന്, ഇത് അടിസ്ഥാനമായൊരു സാമൂഹിക നീതിയുടെ വിഷയം ഇതിനകത്തുണ്ട്. അത് ഈ സ്ത്രീകൾക്ക് സൗജന്യയാത്ര നൽകുന്നതിലൂടെ പരിഹരിക്കപ്പെടാവുന്ന ഒന്നല്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുന്ന വിഷയമാണ്. ഒരു SBIയിലെ മാനേജർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് മാനേജർക്ക് ഒരു 90,000 രൂപ ശമ്പളം ഉണ്ടെന്നിരിക്കട്ടെ. നാളെ KSRTC-യിലെ ഓർഡിനറി ബസ്സിൽ അവർക്ക് സൗജന്യ യാത്രയുണ്ട്. നിങ്ങൾ നോക്കൂ, ഒരു സാധാരണക്കാരനായ കുട്ടിക്ക് KSRTC ബസ്സിൽ സ്കൂളിൽ പോകാൻ, ഒരു ആൺകുട്ടിയാണെങ്കിൽ, അവൻ വളരെ താഴെ വിഭാഗത്തിൽ നിന്ന് വരുന്നൊരു കുട്ടിയാണെങ്കിൽ അവന് 10 രൂപ കൺസെഷൻ ടിക്കറ്റ് എടുക്കണം. ഇന്നതിപ്പോൾ 110 രൂപയായിട്ട് ഒരു രജിസ്ട്രേഷനാണ് കേട്ടോ. ഒരു വർഷത്തേക്കാളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 10 രൂപയായിട്ട് 100 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. അതല്ലെങ്കിൽ അവന് ഫുൾ ടിക്കറ്റ് എടുക്കണം. അതാണ് അവസ്ഥ. അപ്പോൾ നോക്കൂ, നിങ്ങൾക്ക് ഒരു തൊഴിലുള്ള സമ്പന്നയായ ഒരു സ്ത്രീക്ക് നിങ്ങൾ KSRTC-യിൽ സൗജന്യ യാത്ര നൽകുകയും നിങ്ങൾ അതേസമയം ബസ്സിൽ വിദ്യാർത്ഥികളുടെ കൺസെഷൻ്റെ കാര്യത്തിൽ മറിച്ചൊരു നിലപാടെടുക്കുകയും ചെയ്യുമ്പോൾ സാമൂഹ്യ നീതിയുടെ ഒരു വിഷയം. രണ്ടാമത്തെ പ്രശ്നം, നമ്മുടെ നാട്ടിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളുണ്ട്. ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ യഥാർത്ഥത്തിൽ ഈ യാത്രകൾ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നവരാണ്, പല മേഖലകളിലും ബുദ്ധിമുട്ട് നേരിടുന്നവരാണ്. എന്തുകൊണ്ടാണ് അവരെ കൂടി ഉൾപ്പെടുത്താതെ പോയതെന്നൊരു ചോദ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. അവരൊരു കണക്ക് പറയുന്നുണ്ട്. നോക്കൂ, 40% നിലവിൽ അവരുടെ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. അവരെ നമുക്ക് പരിഗണിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ചില ബസ്സുകളിൽ 70% വരെ അവർക്ക് കൺസെഷൻ കൊടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവർക്ക് പൂർണ്ണമായി സൗജന്യമാക്കലായിരുന്നില്ലേ ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ സർക്കാരിന് മുന്നിലെ പ്രയോറിറ്റിയാണ്. അപ്പോൾ ആദ്യത്തെ എൻ്റെ പോയിന്റ്, ഇത് ഏതെങ്കിലും തരത്തിലൊരു പഠനത്തിലൂടെ ഇങ്ങനെ ഒരു ആവശ്യം സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വെല്ലുവിളിയാണ്, അഥവാ സൗജന്യ യാത്ര ഇല്ലാത്തത് കൊണ്ട് സ്ത്രീകളുടെ ശാക്തീകരണത്തിനൊരു വെല്ലുവിളി നേരിടുന്നുണ്ട് എന്ന് കേരളത്തിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെലങ്കാനയിലും കർണാടകയിലും കൊടുത്തു, അത് അതേപടി കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ കോപ്പി ചെയ്ത് വെച്ചപ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, ഇതൊരു കണ്ണിൽ പൊടിയിടലാണോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമായി മാറി. എങ്ങനെയാണ് കണ്ണിൽ പൊടിയിടലാണോ എന്ന ചോദ്യമായി മാറുന്നത്? ഞാൻ അവിടെയാണ് ഈ കണക്കുകൾ എടുത്തു നോക്കിയത്. നിലവിൽ ഓർഡിനറി ബസ്സുകളിലാണ് കൊടുക്കാൻ പോകുന്നത്, സൗജന്യ യാത്ര കൊടുക്കാൻ പോകുന്നത്. ഓർഡിനറി ബസ്സുകളുടെ ഏറ്റവും ഒടുവിലുള്ള കണക്ക് പ്രകാരം നിലവിലുള്ള 4609 ബസ്സുകളിൽ 800 ബസ്സുകൾ കട്ടപ്പുറത്തും 450 ബസ് സ്വിഫ്റ്റ് കോർപ്പറേഷൻ്റെ കീഴിലും ഒഴിച്ചു നിർത്തിയാൽ 3359 ബസ്സുകളാണ്. ആ ബസ്സുകളിൽ ഏകദേശം പാതിയോളം 2000-നോടടുത്ത് ഓർഡിനറി ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അനീതിയുള്ളത്, തുല്യതയുടെ ലംഘനമുള്ളത് അവിടെയാണ്. ഈ ബസ്സുകളിൽ ഏറിയ ഭാഗവും ഉള്ളത് എവിടെയാണ്? തെക്കൻ ജില്ലകളിലാണ് എന്നുള്ളതാണ്. നോക്കൂ, ആകെ 94 ഡിപ്പോകളാണ് കേരളത്തിലുള്ളത് KSRTC-യിൽ. ആ 94 ഡിപ്പോകളുള്ള കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിപ്പോകളുള്ള ജില്ല ഏതാണ്? തിരുവനന്തപുരം ജില്ലയാണ്. എത്ര ഡിപ്പോകളുണ്ട്? 20 ഡിപ്പോയുണ്ട്. എന്നാൽ വടക്കൻ കേരളത്തിലേക്ക് നിങ്ങൾ പോകൂ. വടക്കൻ കേരളത്തിൽ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, പാലക്കാട്, കാസർഗോഡ്, ഇത്രയും ജില്ലകൾ എടുത്തു നോക്കിയാൽ എത്ര ഡിപ്പോകളുണ്ടെന്നറിയാമോ? 21 ഡിപ്പോകൾ മാത്രം. അതായത് 5 ജില്ലകൾക്ക് 21 ഡിപ്പോ. തിരുവനന്തപുരത്തേക്ക് വന്നാൽ ഒരു ജില്ലയ്ക്ക് മാത്രം 20 ഡിപ്പോ. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മാത്രം സർവീസ് നടത്തുന്നത് 1413 ബസ്സുകൾ. നിങ്ങൾ മലപ്പുറത്തേക്ക് പോയാൽ 163 ബസ്സുകൾ. ഈ തുല്യതയുടെ ലംഘനത്തെ നിങ്ങൾ എങ്ങനെ ന്യായീകരിക്കും?
ഈ സ്ത്രീകളുടെ സൗജന്യം KSRTC കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ 1413 ബസ്സുകൾ, അതിൽ 700 ബസ്സുകൾ ഓർഡിനറി ബസ്സുകളാണെന്ന് കരുതുക. 163 ബസ്സുകളിൽ ഒരു 110 ഓർഡിനറി ബസ്സുകളാണെന്ന് കരുതുക. അപ്പോൾ 800 ബസ്സുകളിലെ സൗജന്യ യാത്ര ഒരു ജില്ലയിൽ അനുവദിക്കുന്നു, മറ്റൊരു ജില്ലയിൽ അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതാവട്ടെ 100 ബസ്സുകളിലെ യാത്ര മാത്രമാണ്, 8-1. ഇതെങ്ങനെയാണ് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുക? അപ്പോൾ ആദ്യം എന്താ വേണ്ടത്? അപ്പോൾ ഒരു ബസ്സിൽ ഒരു ഗുണഭോക്താവിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഗുണഭോക്താക്കൾക്കിടയിൽ എന്തുണ്ടാവാൻ പാടില്ല? വിവേചനം ഉണ്ടാവാൻ പാടില്ല. അത് തുല്യതയുടെ ലംഘനമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ കൊണ്ടുവന്ന ഒരു പ്രകടന പത്രിക എടുത്ത് കേരളത്തിൽ നടപ്പിലാക്കി. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇങ്ങനെയല്ല. ഇവിടെ കാലാകാലങ്ങളായി ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രൈവറ്റ് ബസ് ലോബി അടക്കം പല ഘട്ടങ്ങളിൽ പല സർക്കാരിനെ സമ്മർദ്ദം ചെലുത്തി പല റൂട്ടുകളും നാഷണലൈസ്ഡ് റൂട്ടുകൾ വരെ സ്വകാര്യ ബസ്സുകൾ ഓടിച്ച ചരിത്രമുണ്ട്. അവിടെ നിന്നെല്ലാം സ്വകാര്യ ബസ്സുകളെ റൂട്ടുകളെ നാഷണലൈസ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നത് VS സർക്കാരിൻ്റെ കാലത്താണ്. ഓർമ്മയുണ്ടാവും. ആ കാലഘട്ടം മുതൽ നിലവിലിരിക്കുന്ന ഒരു സംഘടനമാണ് സ്വകാര്യ ബസ് റൂട്ടുകളും ഈ പറയുന്ന നാഷണലൈസ്ഡ് റൂട്ടുകളും തമ്മിലുള്ള പ്രശ്നം. ഇവിടെയാണ് ഒരു അസംതുലിതാവസ്ഥയുണ്ട്, ഗുണഭോക്താക്കൾക്കിടയിൽ ഒരു അസംതുലിതാവസ്ഥയുണ്ട് എന്നുള്ളത്. ഇത് തിരുവനന്തപുരത്തിലെ മാത്രം കണക്കല്ല, ഓരോ ജില്ലകളുടെയും കണക്കെടുത്താലും നമുക്കിത് മനസ്സിലാവും. അപ്പോൾ തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലുമായിട്ട് ഇത് പരിമിതപ്പെടുകയും വടക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ അത് കുറയുന്നു എന്നുള്ളതാണ്. മലപ്പുറത്ത് 9.4% മാത്രമാണ് റൂട്ടുകളുള്ളത്. നോക്കൂ, മൊത്തം റൂട്ടുകളുടെ കണക്കെടുക്കുമ്പോഴാണ് അതിന്റെ ഭീകരാവസ്ഥ മനസ്സിലാക്കുക. കേൾക്കട്ടെ, വരട്ടെ. 16,545 റൂട്ടുകളാണ് കേരളത്തിലുള്ളത്. 16,545 റൂട്ടുകൾ. ആ റൂട്ടുകളിൽ 4,609 റൂട്ടുകളിൽ, പക്ഷെ അവയിൽ ഇപ്പോൾ ഓടുന്നത് 3,359 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും ഒടുവിലുള്ള കണക്ക് പ്രകാരം. എന്ന് പറഞ്ഞാൽ 4-1 സർവീസുകളിൽ മാത്രമാണ് ഇത് ബാധകമാകാൻ പോകുന്നത് കേരളത്തിൽ. ബാക്കി വരുന്ന 4-3 ഭാഗത്ത് ഗുണഭോക്താക്കളെ ഇതെങ്ങനെ ബാധിക്കുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അത് ഗുണഭോക്താക്കൾക്കിടയിലെ അസംതുലിതാവസ്ഥ, പ്രാദേശികമായിട്ടുള്ള ഒരു അസംതുലിതാവസ്ഥ ഉണ്ടാക്കുന്നു എന്നുള്ളത്. ഇതിനെ ഞാനൊരു രണ്ടാമത്തെ പോയിന്റ്, ഇതിനൊരു ലാഭനഷ്ട കണക്കാക്കി ഞാൻ കണക്കാക്കുന്നതേയില്ല. കാരണം ഈ ഒരു ബസ്സിൽ ഒരൊറ്റ യാത്രക്കാരനാണെങ്കിലും അദ്ദേഹത്തെ ആ ബസ് സ്റ്റാൻഡിൽ കൊണ്ട് ഇറക്കി വിട്ട് സുരക്ഷിതമായി അവിടെ ആ ബസ് യാത്രക്കാരൻ എത്താമെന്നുള്ളതാണ് KSRTCയുടെ മഹത്വം. നമ്മുടെ സർവീസും അങ്ങനെ തന്നെയാണ്. ആളൊഴിഞ്ഞ ബസ്സിൽ ഒരൊറ്റ യാത്രക്കാരൻ മാത്രമായി ഒരു ഗ്രാമത്തിലേക്ക് സർവീസ് നടത്തുന്നെങ്കിൽ നിശ്ചയമായും ഇതൊരു KSRTC ബസ്സായിരിക്കും. ആ ബസ്സിൻ്റെ കാര്യത്തിൽ അവിടെ ലാഭമല്ല പ്രശ്നം എന്നുള്ളത്. അവിടുത്തെ പ്രശ്നം എന്താ? അവിടെ സർവീസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ കണക്കുകൾ പറയുന്നത് എന്താ? ഇപ്പോൾ കണക്കൂട്ടിയിരിക്കുന്നതാണോ വാസ്തവം? നിലവിൽ 125 കോടി രൂപ സംസ്ഥാന സർക്കാർ പെൻഷനും ശമ്പളവും ബാക്കിയുള്ള ചെലവുകൾക്കുമായിട്ട് ശരാശരി ഓരോ മാസവും സർക്കാർ KSRTCക്ക് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടി ഇനി വരാൻ പോകുന്നത് എങ്ങനെയാ? നോക്കൂ, 57 കോടിയാണ് നിലവിൽ ഓർഡിനറി ബസ്സുകളിൽ നിന്ന് പറഞ്ഞത്. ആ കണക്ക് ശരിയല്ല. ഏറ്റവും ഒടുവിലുള്ള കണക്ക് വന്നിട്ടുണ്ട്. ഏകദേശം 3-3.5 കോടിയോളം നഷ്ടം ഒരു മാസം ഉണ്ടാകുന്നു, ഒരു ദിവസം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ 90 കോടി രൂപ ഒരു മാസം നഷ്ടമുണ്ടാകുന്നു. 12 മാസത്തേക്ക് വരുമ്പോൾ ഏകദേശം 1080 കോടിയിലേക്ക് മാറുന്നു. രണ്ടും കൂടി നിങ്ങൾ കൂട്ടി നോക്കണം. 2,200 കോടി രൂപ ഒരു വർഷം സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് KSRTCക്ക് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതെങ്ങനെയാണ് പിന്നീട് KSRTC നവീകരിക്കുന്ന പ്രശ്നം ഉണ്ടാകുന്നത്? വേറെ അപകടകരമായ കാര്യമുണ്ട്. ഇവിടെയാണ് മൂന്നാമത്തെ ഒരു പഠനത്തിൻ്റെ കുഴപ്പം. എന്താണ് മാർക്കറ്റിൻ്റെ ബിഹേവിയർ, ഗുണഭോക്താക്കളുടെ ബിഹേവിയർ എന്നുള്ളതിനെക്കുറിച്ച് ഒരു പഠനവും നടത്തിയിട്ടില്ല കേട്ടോ. ഇതെങ്ങനെയാണ് പുരുഷന്മാർ എടുക്കാൻ പോകുന്നത്? ഈ ബസ്സുകളിൽ ഉദാഹരണത്തിന് 52 സീറ്റിംഗ് അല്ലെങ്കിൽ 48 സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ഒരു ഓർഡിനറി ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ നിലവിൽ 60% സ്ത്രീകളാണ് യാത്ര ചെയ്യുന്നതെന്ന് ഓർമ്മിക്കണം. സ്വാഭാവികമായും എന്ത് ചെയ്യും? തൊട്ടു പിന്നാലെ വരുന്ന പ്രൈവറ്റ് ബസ്സിനെ കാത്തു നിൽക്കുന്ന സ്ത്രീ യാത്രക്കാർ കൂടി KSRTC ബസ്സിലേക്ക് യാത്ര ചെയ്യും. സ്വാഭാവികമായിട്ടുള്ള ബിഹേവിയർ എന്താ? 48 സീറ്റുകളിൽ നിലവിൽ 35 സീറ്റുകളിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീകൾ സ്വാഭാവികമായും 40 സീറ്റുകളും അപ്പുറത്തേക്ക് 48 സീറ്റുകളിലും യാത്ര ചെയ്യും. നല്ല കാര്യം. അപ്പോൾ അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? അവിടെ നിന്നുള്ള പുരുഷന്മാർ എങ്ങോട്ടായിരിക്കും യാത്ര ചെയ്യാൻ പോകുന്നത്? സ്വാഭാവികമായും അവർ KSRTC ബസ്സുകളിൽ നിന്ന് പ്രൈവറ്റ് ബസ്സുകളെ ആശ്രയിക്കാൻ തുടങ്ങും. വേറൊരു പ്രശ്നം കൂടിയുണ്ട്. പ്രൈവറ്റ് ബസ്സുകാർ ഇപ്പോൾ സമരവും തുടങ്ങിയിരുന്നെങ്കിലും അവർ കൊണ്ടുവരാൻ പോകുന്ന പ്രശ്നം എന്താ? പ്രൈവറ്റ് ബസ്സുകാർ നാമമാത്രമായ രീതിയിൽ പുരുഷന്മാർക്ക് പൈസ കുറച്ചു കൊടുത്താൽ സ്വാഭാവികമായും കൂട്ടത്തോടെ പൈസ കൊടുക്കുന്ന ആളുകൾ പ്രൈവറ്റ് ബസ്സിലേക്കും പൈസ കൊടുക്കാത്ത ആളുകൾ അഥവാ സൗജന്യ യാത്ര KSRTCയിലേക്കും പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. ഞാൻ പറഞ്ഞത് ഇങ്ങനെ വിവിധ തട്ടുകളിൽ ഈ മാർക്കറ്റ് ബിഹേവിയറിനെ കുറിച്ചും കൺസ്യൂമറിൻ്റെ ബിഹേവിയറിനെ കുറിച്ചും റീജിയണൽ ഇംബാലൻസസിനെ കുറിച്ചുമുള്ള ഒരു പഠനവുമില്ലാതെ അടിസ്ഥാനമായി ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ പോലും ചോദിക്കാതെയാണ് ഇങ്ങനൊരു വാഗ്ദാനം കൊടുത്തിരിക്കുന്നത്. അതൊരു കോപ്പി പേസ്റ്റ് വാഗ്ദാനമാണ്. ആ കോപ്പി പേസ്റ്റ് വാഗ്ദാനത്തിൻ്റെ വൈരുദ്ധ്യമാണ് ഇവിടെ കാണുന്നത്. യാത്ര ചെയ്തേ മതിയാവൂ, സ്ത്രീകൾക്ക് യാത്ര ചെയ്തേ മതിയാവൂ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇൻ്റർസ്റ്റേറ്റ് ബസ്സിലും മിന്നൽ ബസ്സിലോ അല്ലെങ്കിൽ റിസർവേഷനുള്ള ബസ്സുകളിൽ ഇത് അനുവദിക്കാൻ കഴിയില്ല. കാരണം ഇത് മുൻകൂട്ടി തയ്യാറാക്കിയാണ് ഈ സംവിധാനം നടപ്പിലാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് ഓർഡിനറി ബസ്സുകളിലോ ഏറിപ്പോയാൽ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിൽ വരും. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഇത് വേറൊരു പ്രശ്നം കൂടി ഇതിനകത്തുണ്ട്. ഈ ഓർഡിനറി ബസ്സുകളിൽ എല്ലാ ഓർഡിനറി ബസ്സുകളിലും ഇല്ല. ഓർഡിനറി സൂപ്പർ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളിലില്ല. ഓർഡിനറി ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളിൽ ഈ സർവീസ് ഇല്ല.
ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ പാലക്കാട് നിന്ന് ഗുരുവായൂരേക്ക് പോകുന്ന, കൊല്ലത്ത് നിന്ന് കൊളത്തുപുഴയ്ക്ക് പോകുന്ന, തിരുവനന്തപുരത്ത് നിന്ന് കൊട്ടാരക്കരയ്ക്ക് പോകുന്ന ഓർഡിനറി ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുണ്ട്. ആ ഓർഡിനറി ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളിലില്ലാതെ കേവലം ഓർഡിനറി ബസ്സുകളിലേക്കാണ്. അപ്പോൾ വീണ്ടും ബസ്സുകളുടെ എണ്ണം കുറയുന്നു, വീണ്ടും ആ ടാർഗറ്റിൻ്റെ എണ്ണം കുറയുന്നു എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. ഇനി തിരുവനന്തപുരത്ത് ഓർഡിനറി ബസ്സുകൾക്കൊപ്പം തന്നെ ഉണ്ട് അനന്തപുരി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ, സിറ്റി ബസ്സുകളുണ്ട്. അതായത് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിനും തൊട്ട് താഴെ നിൽക്കുന്ന, ഓർഡിനറി ബസ്സിന് തൊട്ട് മുകളിൽ നിൽക്കുന്ന ടൗൺ ടു ടൗൺ ഈ അനന്തപുരി ബസ്സുകളിലില്ല. അപ്പോൾ ഓർഡിനറി ബസ്സുകൾ എന്ന് പറഞ്ഞാൽ കേവലം ഓർഡിനറി ബസ്സുകളിലായിട്ട് അത് പരിമിതപ്പെടുത്തുന്നു എന്നൊരു പ്രശ്നം കൂടി അവിടെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാരണം ഒരു ഗവേഷണവും നടത്താതെ, ഒരു ചോദ്യവും ചോദിക്കാതെ, യഥാർത്ഥത്തിൽ ഇങ്ങനൊരു ആവശ്യമുണ്ടോ എന്നതുപോലും ഉന്നയിക്കാതെ മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രകടന പത്രിക എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്തതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ളത്. 1938 തുടങ്ങിയ നമ്മുടെ സർവീസാണ്. അന്ന് തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലേക്ക് ഒരു ചക്രമോ മറ്റോ ആയിരുന്നു. ഏകദേശം ഇന്നത്തെ 300 രൂപ വരും എന്നാണ് കണക്കുകൂട്ടൽ. അവിടെ നിന്നാണ് KSRTC ഈ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. യാത്രകൾ ചെയ്യുക, അത് ആനന്ദകരമാക്കുക, അത് തൊഴിലിടങ്ങളിൽ പ്രൊഡക്റ്റീവാക്കി മാറ്റുക എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല. ചില സമയങ്ങളിൽ ജനപ്രിയ വാഗ്ദാനങ്ങൾ കേവലം കണ്ണിൽ പൊടിയിടലായി മാറുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായി ഇത് മാറാതിരിക്കട്ടെ. Meet the editors.